റാങ്ക് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ച് കാലം ഏറെയായിട്ടും നിയമനം നടക്കാതെ ഹയർ സെക്കൻഡറി അധ്യാപക പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ. തസ്തിക നിർണയത്തിന്റെ പേര് പറഞ്ഞാണ് സർക്കാർ നിയമനം മരവിപ്പിച്ചിരിക്കുന്നത്. താൽക്കാലിക അധ്യാപകരെ നിയമിച്ചാണ് പല സ്കൂളുകളിലും അധ്യയനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തസ്തിക നിർണയം വൈകുന്നതും PSCക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തതുമാണ് നിയമന നടപടികൾ വൈകാനുള്ള പ്രധാന കാരണം. 2019 മുതലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ 300-ൽ താഴെ ഹയർ സെക്കൻഡറി അധ്യാപക നിയമനങ്ങൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. വിരമിക്കൽ അടക്കമുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന ഉത്തരവ് ഇവിടെ പാലിക്കപ്പെടുന്നില്ല. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ബോട്ടണി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സുവോളജി തുടങ്ങിയ ഭൂരിഭാഗം വിഷയങ്ങളിലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജൂനിയർ അധ്യാപകർക്ക് സ്ഥാനക്കയറ്റം നൽകാത്തതിനാൽ ആ ഒഴിവുകളും ഉണ്ടായില്ല. കഴിഞ്ഞ വർഷത്തേതുപോലെ ഇക്കൊല്ലവും താൽക്കാലിക അധ്യാപകരെ വെച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം. ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞ HSSTP ഉള്ള പ്രോഗ്രാം പോലും ഈ അധ്യാപകർക്ക്, താൽക്കാലിക അധ്യാപകർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു വർഷത്തിൽ കിട്ടുന്ന 4 ദിവസത്തെ പരിശീലന പരിപാടികൾ മാത്രമാണ് അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തസ്തിക നിർണയം നടത്തി നമ്മുടെ അധ്യാപകർക്ക് PSC റാങ്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അധ്യാപകരെ നിയമിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ മുന്നിലുള്ള ഏക പ്രതിവിധി എന്ന് പറഞ്ഞിരിക്കുന്നത്. മാർച്ച് 31-നകം തസ്തിക നിർണയവുമായി ബന്ധപ്പെട്ട ഫയലുകൾ തീർപ്പാക്കണമെന്ന ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന് വിദ്യാഭ്യാസ വകുപ്പ് അന്ത്യശാസനം നൽകിയിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. അതേസമയം നിയമന ശുപാർശ കിട്ടിയിട്ടും ജോലിയിൽ പ്രവേശിക്കാനാകാത്ത ഉദ്യോഗാർത്ഥികളുമുണ്ട്. ഓഫീസുകൾ പലത് കയറി ഇറങ്ങുമ്പോഴൊക്കെയും ലഭിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി എന്ന ഒറ്റ മറുപടി മാത്രം. ഗോപാൽ ശീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.